എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹോംലി ടിപ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കൊറിയൻ ഗ്ലാസ് സ്കിൻ ആഗ്രഹിക്കാത്തവരായി നമ്മുടെ പെൺകുട്ടികളിൽ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? എല്ലാവർക്കും കൊറിയൻ ഗ്ലാസ് സ്കിൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് എങ്ങനെ നമുക്ക് കിട്ടും? അപ്പോൾ അതിന് ഒരു കൺഫ്യൂഷനാണുള്ളത്. അപ്പോൾ ചില പൊടിക്കൈകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏറെക്കുറെ നമുക്ക് ആ ഒരു ഗ്ലാസ് സ്കിന്നൊക്കെ കിട്ടും. അപ്പോൾ ഒരുപാട് പൊടിക്കൈകളുണ്ട്. അതിൽ ഒരു പൊടിക്കൈ എന്ന് പറയുന്നത് അരിപ്പൊടിയില്ലേ, നമ്മുടെ അരിപ്പൊടിയിൽ അലോവേര ജെല്ല് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഫേസ് മാസ്ക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ക്ലിയർ ആകുന്നത് കാണാം. പിന്നെ രണ്ടാമത്തെ പൊടിക്കൈ എന്ന് പറയുന്നത് നല്ല സ്കിന്നിന് നല്ല മോയ്സ്ചറൈസിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധാരണ വെളിച്ചെണ്ണയില്ലേ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ മറ്റ് മസാജ് ഓയിലുകളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വിപണിയിൽ കിട്ടുന്ന വാസ്ലിൻ ഇല്ലേ, ഇതൊക്കെ ഉപയോഗിച്ച് അങ്ങ് നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ടിരിക്കും. അതുപോലെ സ്കിന്നിൻ്റെ ഓയിൽ ബാലൻസ് കിട്ടാനായിട്ട് റോസ്മേരി ടോണർ സാധാരണ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെ നാച്ചുറലായിട്ടൊരു ഫേസ് വാഷ് ഉണ്ടാക്കാം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കാപ്പിപ്പൊടി, അതുപോലെ കടലമാവ്, പഞ്ചസാര ഇവ മൂന്ന് മിക്സ് ചെയ്തിട്ട് ആ മിക്സ് നമ്മുടെ മുഖത്തൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്രബായിട്ടും പ്രവർത്തിക്കും. നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് അതിൻ്റെ പോഴ്സൊക്കെ നന്നായിട്ട് ഓപ്പണായിട്ട് നല്ല ക്ലിയർ ആവും. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫേസ് മസാജ് ചെയ്യാം. ഇതുപോലെ വേറൊരു ടിപ്പ് എന്ന് പറയുന്നത് വെളുത്ത അരിയില്ലേ, നമ്മുടെ സാധാരണ പച്ചരിയൊക്കെ, ഇത് കുതിർത്ത വെള്ളം, അതുപോലെ അലോവേര ജെല്ല്, നമ്മുടെ വെളിച്ചെണ്ണ അഥവാ കോക്കനട്ട് ഓയിൽ, പിന്നെ റോസ് വാട്ടർ എന്നിവ ഇത്രയും സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് സ്കിന്നിൽ പുരട്ടുക. ഇതും നമ്മുടെ ഗ്ലാസ് സ്കിന്ന് ആവാൻ വളരെ നല്ലതാണ്. മാത്രമല്ല പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ തേനാണ്. തേൻ മുഖത്ത് പുരട്ടുന്നതും നല്ലൊരു ഗ്ലോ നമ്മുടെ മുഖത്ത് കിട്ടും. അപ്പോൾ ഇത്രയും പൊടിക്കൈകൾ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പം ഇതൊക്കെ വളരെയധികം സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കും കൊറിയയിലെ പെൺകുട്ടികളെ പോലെ തന്നെ നമ്മുടെ സ്കിന്നും വളരെ ഗ്ലോ ആവും. ഈ പൊടിക്കൈകളൊക്കെ തന്നെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ പൊടിക്കൈകളായിട്ട് നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന്. ഓക്കെ, വരൂ. അപ്പോൾ നമുക്ക് ഓരോ പൊടിക്കൈകളായിട്ട് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് അരിപ്പൊടിയിൽ അലോവേര ജെല്ല് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് അത് ഫേസ് മാസ്കായിട്ട് ഉപയോഗിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും ഇപ്പോൾ ഫേസിൽ എന്തായാലും ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ കയ്യിൽ ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ എന്തായാലും നമുക്കിത് കയ്യിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ. അരിപ്പൊടിയും അലോവേര ജെല്ലും കൂടെ ചേർത്ത് ഇതുപോലെ മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കഴുകി കളയുക. അപ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള മാറ്റം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകും. അപ്പം ഇത് ഒരു പൊടിക്കൈയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ പൊടിക്കൈ ഒന്ന് നോക്കാം. ഇനി മറ്റൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് എപ്പോഴും ഇങ്ങനെ നല്ല മോയ്സ്ചറൈസിങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല ഓയിൽ മസാജൊക്കെ നല്ലതാണ്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിപ്പം കുളിക്കുമ്പോഴൊക്കെ നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ നമ്മുടെ ശരീരത്തിലൊക്കെ പുരട്ടി കുളിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ മസാജ് ഓയിലുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ വാസ്ലിൻ ഇല്ലേ, വാസ്ലിൻ ഒരു നല്ല ഒരു മസാജ് ചെയ്യാനുള്ള ഒരു മീഡിയമാണ് ഈ വാസ്ലിൻ. നമുക്ക് അതും ഉപയോഗിക്കാം. അപ്പോൾ ഇതും നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യുക. നമ്മുടെ സ്കിന്നൊക്കെ എപ്പോഴും നല്ല മോയ്സ്ചറൈസിങ് ആയിട്ട് നമുക്ക് ലഭിക്കും. അപ്പോൾ ഇനി അടുത്ത ഒരു പൊടിക്കൈ എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന 3 സാധനങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു ഫേസ് വാഷാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതാണ്ട് ഒരു ടീസ്പൂൺ കടലമാവ്, പിന്നെ അത്രയും തന്നെ കാപ്പിപ്പൊടി, അതേ അളവിൽ തന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര. ഇത് മൂന്നും എടുത്ത് നമുക്ക് മിക്സ് ചെയ്യാം. വെള്ളമോ അല്ലെങ്കിൽ ഈ റോസ് വാട്ടറോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. എല്ലാം നമുക്ക് നമ്മുടെ കയ്യിലൊന്ന് പരീക്ഷിച്ച് നോക്കാം. നല്ലൊരു മണമാണ്, കാപ്പിപ്പൊടിയുടെ മണവും പിന്നെ ആ റോസ് വാട്ടറിൻ്റെ മണവും എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇത് നല്ലൊരു സ്ക്രബ്ബർ കൂടിയാണ്. നമ്മുടെ മുഖത്തെ ഡെഡ് സെൽസും ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് നന്നായിട്ട് അത് ഉപകരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് ശേഷം കഴുകി കളയുക.
ഇവിടെ സ്കിന്നൊക്കെ നന്നായിട്ട് ഗ്ലോ ആവും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യല്ലോ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ സ്കിന്നിന് ഗ്ലോ കിട്ടുന്ന മറ്റൊരു ടിപ്പാണ് അരി കുതിർത്ത വെള്ളം. അതുപോലെ അതും എൻ്റെ കയ്യിലുണ്ട്, അരി കുതിർത്ത വെള്ളം, അലോവേര ജെല്ല്, വെളിച്ചെണ്ണ. അപ്പോൾ ഇത് മൂന്നും കൂടെ ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ തേച്ച് കഴിഞ്ഞാലും നല്ല മാറ്റം ഉണ്ടാവും. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ കൊറിയൻ ഗ്ലാസ് സ്കിന്ന് അത്രയ്ക്കില്ലെങ്കിലും നമ്മൾ ഇന്ത്യക്കാരാണ്, എന്നാലും നമുക്കൊരു പരിധി വരെ നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആകും. അപ്പോൾ ഇതുപോലെയുള്ള പൊടിക്കൈകളുമായി ഹോംലി ടിപ്സിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം.